അൽ ജസീറ എന്ന മീഡിയ എല്ലാവർക്കും സുപരിചിതമാണ്. സെലക്ടീവ് ബയാസ്ഡ് റിപ്പോർട്ടിംഗിന് പേരുകേട്ട മാധ്യമം എന്ന നിലയിൽ കുപ്രസിദ്ധി നേടിയ ഖത്തർ സ്റ്റേറ്റ് ഫണ്ടഡ് മീഡിയ ആണ് അൽ ജസീറ, ഓൺഡ് ബൈ ഖത്തർ റോയൽ ഫാമിലി. മിഡിൽ ഈസ്റ്റിലെ തന്നെ പല ഗവൺമെന്റുകളും അൽ ജസീറയുടെ റിപ്പോർട്ടിങ്ങിനെ സംശയദൃഷ്ടിയോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യം, അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ ഇതെല്ലാം അപകടത്തിലാണെന്നുള്ള റിപ്പോർട്ട്സ് അവർ നിരന്തരം ജനങ്ങളിലേക്ക് പമ്പ് ചെയ്യുമ്പോഴും ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ നൽകുന്ന രീതിയാണ് അൽ ജസീറ ഫോളോ ചെയ്യുന്നത്. ഇതിനു പുറമെ ഇവരൊരു ആന്റി ഇസ്രായേൽ പ്രൊപ്പഗാൻഡ കൂടെ ആളുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. കൂടാതെ മുസ്ലിം ബ്രദർഹുഡ് എന്ന ഇസ്ലാമിക് മൂവ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതായും ആരോപണം നിലനിൽക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ തന്നെ സൗദി, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അൽ ജസീറയ്ക്കെതിരെ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്കിനെ തുടർന്ന് അൽ ജസീറ നടത്തിയ ഹമാസ് അനുകൂല റിപ്പോർട്ടിംഗ് ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടിരുന്നു. കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ ഇന്ത്യയെ പലപ്പോഴും ഡീഫേക്ക് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും കാശ്മീർ ഇഷ്യൂ, മൈനോറിറ്റി റൈറ്റ്സ്, പ്രസ് ഫ്രീഡം, റിലീജിയസ് ടെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവുന്ന ഫ്രീക്വന്റ് റിപ്പോർട്ടിംഗ് പലപ്പോഴും ഇന്ത്യ വിരുദ്ധമാണ്. റീസെന്റ് ബെൽജിയം ബേസ്ഡ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ലിങ്ക്ഡ് ബേസ്ഡ് ആയിട്ടുള്ള HRF ഫൗണ്ടേഷൻ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് മേലെ കടുത്ത പ്രഷർ നൽകുകയുണ്ടായി. ഇന്ത്യയിൽ വെക്കേഷൻ എത്തിയ ഒരു ഇസ്രായേലി ടൂറിസ്റ്റിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അതായത് ഇവരുടെ ശത്രുത ഇസ്രായേലിനോടാണെങ്കിലും ഇവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനായി ഇന്ത്യയും നമ്മുടെ സിസ്റ്റത്തെയും യൂസ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതിനൊക്കെ തന്നെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതോ അൽ ജസീറ.